Hello everyone. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ ഒന്നല്ല എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട് എല്ലാ ചാപ്റ്റേഴ്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തായാലും ക്വസ്റ്റ്യൻ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളുടെ SSLCയിൽ ബയോളജിയിൽ നമുക്ക് 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 8 ചാപ്റ്റേഴ്സിൽ ഏതൊക്കെയാണ് ഷുവറായിട്ടും ചോദിക്കുന്ന ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണ് മിസ് ഇപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ 8 ചാപ്റ്റേഴ്സിലും ഈ ഒരു ഏരിയാസിന് എന്തായാലും ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഈ ഭാഗങ്ങളൊന്നും ഒരു കാരണവശാലും നിങ്ങൾ വിട്ടുപോകരുത്. ഒരു പോർഷൻസ് നമ്മൾ മിസ് ചെയ്യാത്തതാണ് നല്ലത്. അതിലിപ്പോൾ നമ്മൾ ഫൈനലായിട്ട് എക്സാമിന് തൊട്ട് മുന്നേ നോക്കുമ്പം ഈ ടോപ്പിക്സ് ഒന്നുകൂടി സ്ട്രെസ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് മിസ് ഇപ്പം പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മളുടെ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് എന്താണ് ന്യൂറോൺസിനെ കുറിച്ച് നമ്മളുടെ ബ്രെയിനിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ടല്ലേ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ. ന്യൂറോണിൻ്റെ സ്ട്രക്ചർ ഒഴിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇതുവരെയും വന്നിട്ടില്ല. ഓക്കെ, സോ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ. അത് നമ്മളുടെ സ്ട്രക്ചർ വരയ്ക്കാൻ ലേബലിംഗ് പാർട്സ് ഒക്കെ വരും. ദെൻ സിനാപ്സ് എന്താണെന്നും ആൻഡ് ഏതൊക്കെ ജംഗ്ഷൻസ് ആണ്, എന്തൊക്കെ തമ്മിലാണ് സിനാപ്സ് ഫോം ചെയ്യുന്നത്, അതിൻ്റെ എക്സാമ്പിൾസ്. ദെൻ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഫംഗ്ഷൻ, അതിൻ്റെ പാർട്സ് ലേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഫംഗ്ഷൻ എഴുതാൻ വേണ്ടിയിട്ടും ചോദിക്കാറുണ്ട്. ദെൻ റിഫ്ലെക്സ് ആക്ഷൻസ്. ഓക്കെ, റിഫ്ലെക്സ് ആക്ഷൻ്റെ എന്ത് ചോദിക്കാറുണ്ട്, അതിൻ്റെ ആക്ഷനും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇമ്പൾസസിൻ്റെ പാത്വേ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് ഇത് നമ്മളുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ വിൻഡോസ് ഓഫ് നോളജ് അല്ലേ, നമ്മളുടെ സെൻസ് ഓർഗൻസിനെ കുറിച്ച് പറയുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണ്, നമുക്ക് ഐ ഉണ്ട്, ഇയർ ഉണ്ട്, നോസ് ഉണ്ട്, ടങ് ഉണ്ട്, നമ്മളുടെ സ്കിന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മളുടെ ഐയുടെയും ഇയറിൻ്റെയും സ്ട്രക്ചർ ലേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. ആൻഡ് അതേപോലെ തന്നെ അതിൻ്റെ ഓരോരുത്തരുടെയും ഇമ്പൾസസിൻ്റെ പാത്വേ. അപ്പോൾ ഐയിൽ എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്, ആ ഇമ്പൾസസിൻ്റെ പാത്വേ. ആൻഡ് അതേപോലെ തന്നെ ഇയറിൽ എങ്ങനെയാണ് ഇമ്പൾസസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൽ എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നതാണ് ഒരു ഫ്ലോ ചാർട്ട്. അപ്പോൾ അത് ഐയുടെ ഫ്ലോ ചാർട്ട് ആവാം, ഇയറിൻ്റെ ഫ്ലോ ചാർട്ട് ആവാം, പിന്നെ ടേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതിൻ്റെ ഫ്ലോ ചാർട്ട് ആവാം. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമ്മളുടെ ബോഡി ബാലൻസിങ്ങിൻ്റെ ഫ്ലോ ചാർട്ട് ആവാം. ആ ഫ്ലോ ചാർട്ട് എല്ലാത്തിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഐ ഡിസീസസ്, നമുക്ക് കുറച്ച് ഐ ഡിസീസസ് പഠിക്കാനുണ്ട്. ആ ഐ ഡിസീസസും അതിൻ്റെ റീസൺ, അതിൻ്റെ സിംപ്റ്റംസ്, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ആൻഡ് നമുക്ക് നെക്സ്റ്റ് നമ്മളുടെ തേർഡ് ചാപ്റ്റർ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഹോർമോൺസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളുടെ ബോഡി എങ്ങനെയാണ് ഇങ്ങനെ ബാലൻസ്ഡ് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളുടെ ഗ്രോത്ത് ഹോർമോൺ ഉണ്ട്, ആൻഡ് നമ്മളുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നതുണ്ട്. അവിടെ കുറേ കാര്യങ്ങളുണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും ചോദിക്കുന്ന 2 ഏരിയാസാണ്. ഒന്ന് ഗ്ലൂക്കോസ് മെറ്റബോളിസം, നമ്മളുടെ ഇൻസുലിൻ ഗ്ലൂക്കഗോൺ എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ കാൽഷ്യം റെഗുലേഷൻ, നമ്മളുടെ പാരാതെർമോണും കാൽസിറ്റോണിനും എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഗ്രോത്ത് ഹോർമോൺ ഡിഫക്ട്സ് ഉണ്ടല്ലോ, നമ്മളുടെ ജൈജാൻഡിസം, അക്രോമെഗലി, ഡോഫിസം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എഴുതിയിട്ടില്ല, ഇതാണ് എന്തായാലും ശ്രദ്ധിക്കേണ്ട. ഗ്രോത്ത് ഹോർമോൺ ഡിഫക്ട്സും വരാറുണ്ട്. അതുപോലെ തന്നെ തൈറോക്സിൻ ഹോർമോണിൻ്റെ ഡിഫക്ട്സും. ആ ഡിഫക്ട്സ് എല്ലാ ചാപ്റ്റേഴ്സിനും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ തൈറോക്സിൻ്റെ ഡിഫക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മിക്സഡിമ, ക്രെറ്റിനിസം, ഗോയിറ്റ, അതും പിക്ചർ വെച്ചിട്ട് ചോദിക്കാറുണ്ട്. ദെൻ പ്ലാന്റ് ഹോർമോൺസ് ഒന്നെങ്കിലും മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. പ്ലാന്റ് ഹോർമോൺ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറൊന്നും ഉണ്ടാവാറില്ല. അതേപോലെ തന്നെ ഫെറമോൺസ് ചിലപ്പോൾ 1 മാർക്കിനായിരിക്കാം, ചിലപ്പോൾ 2 മാർക്കിനായിരിക്കാം, എന്തായാലും ചോദിക്കാറുണ്ട്. എന്താണ് ഫെറമോൺസ്, എന്തിനാണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്, ആൻഡ് അതിൻ്റെ പർപ്പസ് എന്താണ്, അതിന് കുറച്ച് എക്സാമ്പിൾസ്, നമുക്ക് 3 എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. ആ 3 എക്സാമ്പിൾസും ഓർത്തിരിക്കുക. ദെൻ നമ്മളുടെ അടുത്ത ചാപ്റ്ററാണ് കീപ്പിംഗ് ഡിസീസസ് അവേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ അസുഖങ്ങളെക്കുറിച്ച് അവരെ ഇങ്ങനെ ക്യൂർ ചെയ്യാം എന്നൊക്കെ, നമുക്ക് ബാക്ടീരിയൽ ഡിസീസസ് ഉണ്ട്, ഫംഗൽ ഉണ്ട്, പ്രോട്ടോസോയൽ ഉണ്ട്, ജനറ്റിക് ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ബാക്ടീരിയൽ ഡിസീസ് എന്നൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഒരു അസുഖങ്ങളും ആൻഡ് അതിൻ്റെ സിംറ്റംസും ഒക്കെ ചോദിക്കാറുണ്ട്. അത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബാക്ടീരിയ ആവും, ചിലപ്പോൾ ഫംഗസ് ആവും, അത് മാറി കളിക്കാറുണ്ട്. പക്ഷേ ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ ഒരു ജനറ്റിക് ഡിസീസാണ് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ കാരണം ചോദിക്കും, അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നതെന്ന് ചോദിക്കും. അതുപോലെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്തൊരു ക്വസ്റ്റ്യനാണ് എയ്ഡ്സ്. നമ്മൾ വിടാൻ പാടില്ലാത്ത ടോപ്പിക്കാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എയ്ഡ്സും ചോദിക്കാറുണ്ട്. എയ്ഡ്സ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ്, അതാണ് മെയിനായിട്ട് ചോദിക്കുക. എയ്ഡ്സ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ആവുന്നത്, എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ആവാത്തത്,
ഓക്കെ, അതിന് നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം അത് ചോദിക്കാറുണ്ട്. ദെൻ ക്യാൻസർ എന്താണ്, ക്യാൻസറിൻ്റെ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്താണ്, ക്യാൻസറിൻ്റെ കോസസ് എന്താണ്. അപ്പോൾ ബാക്കി എല്ലാ അസുഖങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ എന്തായാലും പഠിച്ചിരിക്കേണ്ട 3 ഏരിയാസാണ് ഇതെണ്ണം. ദെൻ നമ്മളുടെ 5ാമത്തെ ചാപ്റ്റർ സോൾജിയേഴ്സ് ഓഫ് ഡിഫെൻസ്. അപ്പോൾ സോൾജിയേഴ്സ് ഓഫ് ഡിഫെൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ച്, നമ്മളുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷേ ഫാഗോസൈറ്റോസിസ് എന്താണ്, ഫാഗോസൈറ്റോസിസ് ആരാണ്, ഫാഗോസൈറ്റ്സ് അതിന് 2 എക്സാമ്പിൾസ് അതൊക്കെ വരും. അതേപോലെ തന്നെ വാക്സിൻസ്, വാട്ട് ആർ വാക്സിൻസ്, വാക്സിന് 2 എക്സാമ്പിൾസ്, വാക്സിൻ എങ്ങനെയാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്നത് എന്നുള്ള പല തരത്തിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദെൻ ആൻറ്റിബയോട്ടിക്സ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ് ആൻറ്റിബയോട്ടിക്സ്. എന്താണ് ആൻറ്റിബയോട്ടിക്സ്, ആൻറ്റിബയോട്ടിക്സിൻ്റെ സൈഡ് എഫക്ട്സ്, ഓക്കെ, എന്തായാലും പഠിക്കണം. ദെൻ പ്രൈമറി ലെവൽ ഡിഫെൻസ്, ഇത് എല്ലാ ക്വസ്റ്റ്യൻസിലും പ്രീവിയസ് ഇയറിലും ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്, പക്ഷേ ആ 1 മാർക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് പ്രൈമറി ലെവൽ ഡിഫെൻസ്, അതിന് എക്സാമ്പിൾ തന്നിട്ട് ചിലപ്പോൾ അത് പെയർ നോക്കിയിട്ട് അടുത്ത പെയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ ടേബിൾ മാച്ചിങ് ചെയ്യാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ ഓഡ് വൺ ഔട്ടായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ പ്രൈമറി ലെവൽ ഡിഫെൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മളുടെ സോൾജിയേഴ്സ് ഓഫ് ഡിഫെൻസിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. അപ്പോൾ ബാക്കിയൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല കേട്ടോ, ഇത് എന്തായാലും നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സാണ്. ദെൻ അൺട്രാവലിംഗ് ജെനറ്റിക് മിസ്റ്ററീസ് നമ്മളുടെ 6ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഈ 6ാമത്തെ ചാപ്റ്ററിൽ ആദ്യം നമ്മളുടെ മെൻ്റലിലെ ഒരുപാട് ക്രോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ എപ്പോഴും ചോദിക്കുന്നത് നമ്മളുടെ ന്യൂക്ലിയോടൈഡ്സ്. നമുക്കറിയാം DNA-യിലും RNA-യിലും സെപ്പറേറ്റ് ന്യൂക്ലിയോടൈഡ്സ് ആണ്. അപ്പോൾ DNA-യിൽ മാത്രം കാണുന്നത് ഏത്, RNA-യിൽ മാത്രം കാണുന്നത് ഏത്, ആൻഡ് ന്യൂക്ലിയോടൈഡ്സിൻ്റെ പിക്ചർ വരയ്ക്കാൻ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ദെൻ DNA RNA ഇതിൻ്റെ കമ്പാരിസൺ പോലെ വരാറുണ്ട്. മിസ് നേരത്തെ പറഞ്ഞതുപോലെ ബേസ് പെയറിങ് എങ്ങനെയാണെന്നൊക്കെ വരാറുണ്ട്, DNA RNA വരാറുണ്ട്. ദെൻ ജീനിൻ്റെ ആക്ഷൻ, ആ ഒരു പ്രോട്ടീൻ സിന്തസിസിൻ്റെ ആ ഒരു ഡയഗ്രം ഉണ്ടല്ലോ, ആ ഡയഗ്രം തന്നിട്ട് ലേബിൾ ചെയ്യാനും അവിടെ എന്താ സംഭവിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ, അതിൻ്റെ ഈ ഒരു ഡയഗ്രത്തിനോട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ആര് വരുന്നത്, നമ്മളുടെ mRNA, tRNA, ദെൻ rRNA. ഇത് ഈ ഒരു ഡയഗ്രത്തിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സെക്സ് ഡിറ്റർമിനേഷൻ. ഓക്കെ, സെക്സ് ഡിറ്റർമിനേഷൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ആൻഡ് ഈസി ക്വസ്റ്റ്യൻ കൂടിയാണ്. സോ സെക്സ് ഡിറ്റർമിനേഷൻ നോക്കണം. ആൻഡ് നമ്മളുടെ 7ാമത്തെ ചാപ്റ്റർ ജെനറ്റിക്സ് ഓഫ് ദി ഫ്യൂച്ചർ. അപ്പോൾ ഈ ജെനറ്റിക്സ് ഓഫ് ദി ഫ്യൂച്ചറിന് കമ്പാരിറ്റീവ്ലി എന്താണ് വളരെ കുറച്ച് ക്വസ്റ്റ്യൻ വരുന്നൊരു ചാപ്റ്ററാണിത്, കാരണം ഇതൊരു കുഞ്ഞു ചാപ്റ്ററാണല്ലോ. അപ്പോൾ അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ജെനറ്റിക്സ് ഇസ് എ ജെനറ്റിക് ഗ്ലൂ, അതുപോലെ തന്നെ പ്ലാസ്മിഡ് വെക്ടാസിൻ്റെ കാര്യം, അതിനോരോ എക്സാമ്പിൾസ് നോക്കി വെക്കണം. ദെൻ DNA ഫിംഗർ പ്രിൻറ്റിങ്, DNA ഫിംഗർ പ്രിൻറ്റിങ് എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്. പിന്നെ അതിൽ ഈ ഒരു ചാപ്റ്ററിൽ മിസ് എപ്പോഴും പറയുന്ന കുറച്ച് പുതിയ ടേംസ് ഉണ്ട്, ജീൻ മാപ്പിംഗ്, ജീനോം, ജീൻ തെറാപ്പി, അതും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജീൻ തെറാപ്പി, ജീൻ മാപ്പിംഗ്, ഈ ഒരു ടേംസ് മാത്രം ഒന്ന് എന്തായാലും നോട്ട് ചെയ്യാം. ജീൻ മാപ്പിംഗ്, ജീനോം. ഇപ്പോൾ ഇതിപ്പോൾ ഒരുപാടുണ്ടല്ലോ, ഇത് ഒരുപാടില്ല, ഈ ഒരു കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുക, കാരണം ഇത് മാച്ച് ചെയ്യാനൊക്കെ ടേബിളൊക്കെ ആയിട്ടാണ് വരിക. ദെൻ നമ്മളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ പാത്ത് ട്രാവേഴ്സ്ഡ് ബൈ ലൈഫ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരാളാണ് നമ്മളുടെ ഡാർവിൻ്റെ നാച്ചുറൽ സെലക്ഷനും ദെൻ കെമിക്കൽ എവല്യൂഷൻ തിയറിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് എന്താണ് 2-3 ക്വസ്റ്റ്യൻസ്, ചിലപ്പോൾ കുഞ്ഞു മാർക്കിനൊക്കെ ആയിരിക്കും, പക്ഷേ കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്, ആരാണ് തിയറി പ്രപ്പോസ് ചെയ്തത്, ഇതിന് എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ആരാണ് കൊടുത്തത്, കാരണം ലൈഫ് ഉണ്ടായ തിയറിയാണ്, അപ്പോൾ അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു ആന്ത്രപ്പോയിഡിയ, ഹൊമിനോയിഡിയ, സിർക്കോപിത്തിക്കോയിഡിയ, ആ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, ആ ഒരു പിക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആ ഒരു ഹ്യൂമൻ റേസിൻ്റെ ആദ്യം ആരുണ്ടായി, മറ്റേത് ആരുണ്ടായി, അങ്ങനെയൊന്ന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ഫീച്ചേഴ്സ് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരും, അല്ലെങ്കിൽ അവർ ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പം നമ്മൾക്ക് ആകെ 8 ചാപ്റ്ററേ ഉള്ളൂ ബയോളജിയിൽ. ആ ബയോളജിയിൽ നമുക്ക് ഒരുപാടൊന്നും പഠിക്കാനില്ല, കുറച്ചേ പഠിക്കാനുള്ളൂ. അപ്പോൾ അതെല്ലാവരും പഠിക്കണം. അതിലെന്തായാലും ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസാണ് മിസ് പറഞ്ഞത്. അപ്പോൾ ഈ ഏരിയാസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമൊക്കെ ഈസി ആവും, നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യാം. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ ടോപ്പിക്ക് ശ്രദ്ധിക്കുക. താങ്ക് യു.